ഹായ്. ഹലോ. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്താണ്? ഈദ് ബ്ലോഗ്. ഓക്കെ. സോ നമ്മളുടെ ഈദ് വ്ളോഗ് ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളായിരിക്കും. ഇന്ന് പരിപാടീസ് എന്തെങ്കിലും ഉണ്ടോ? പരിപാടീസ് മെയിൻലി പള്ളിയിൽ പോയിട്ട് ഇതാ വന്ന് കയറി. സോ ഇനിയുള്ളത് കുക്കിംഗ് ആണ്. ഈദ് സ്പെഷ്യൽ ബിരിയാണി അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നെച്ചോറും. കാരണം ബിരിയാണി വെച്ചാൽ കുളമാകും എന്നുള്ളത് കൊണ്ടും ഇവിടെ ഇപ്പോൾ കഴിക്കാനായിട്ട് മാമയുണ്ട്, ജെസ്സിയുണ്ട്, വാപ്പച്ചിയുണ്ട്. സോ അവരെ എനിക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ നെച്ചോറിലേക്ക് മാറിയിരിക്കുകയാണ്. നെച്ചോറ്, ചിക്കൻ കറി, പരിപ്പ് കറി, പപ്പടം, അച്ചാറ്, പായസം. ഓക്കെ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ പ്രാവശ്യം. ഇത് എൻ്റെ ഫസ്റ്റ് ഈദാണ് വിത്തൗട്ട് ഉമ്മമാർ. 2 ഉമ്മമാരും ഇല്ലാത്ത എൻ്റെ ഫസ്റ്റ് ഈദാണ്. ഈദ് ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരാം. ലൈക്ക് അങ്ങനെ വലുതായിട്ട് പോകാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈദ് ഔട്ട്ഫിറ്റ് ഇടത്തില്ല. അല്ലാത്ത പക്ഷമാണെങ്കിൽ വി വിൽ ബി ഗോയിങ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ഈദ് പൈജാമാസ്. വാ. പുതിയത് ഇട്ട് ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നപ്പോ മാറ്റിയതാ. പുതിയ രാവിലെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കുള്ളതാണിത്. ഓക്കെ. സോ അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ബൈ. രാത്രി 3:30 മണിയായപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നാളെ പെരുന്നാളാണെന്നും മൈലാഞ്ചി ഇട്ടില്ല എന്നുള്ളത്. അങ്ങനെ എനിക്ക് മൈലാഞ്ചി ഇടാൻ പുറത്തുനിന്ന് ആരെയും കിട്ടിയില്ല. സോ അതുകൊണ്ട് നമ്മൾ ജെസ്സി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എണീച്ച് വന്നപ്പോൾ തന്നെ താമസിച്ചു. സമയം 7 മണിയായി. നമ്മൾ കുക്ക് ചെയ്യുന്ന ഡേ ആണ്. അബുച്ചിയും ജെസ്സിയും പള്ളിയിൽ പോയിരിക്കുകയാണ്. ലൈഫിലെ ഫസ്റ്റ് ഈദാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ഫസ്റ്റ് ഈദായിരിക്കും. ബാബുജിയും ജെസ്സിയും പറഞ്ഞതാണ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പോരേ എന്ന്. ബട്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നെച്ചോറ് വെക്കാം. ബിരിയാണി എന്തായാലും എന്നെ കൊണ്ട് കഴിയൂല, നമുക്ക് നെച്ചോറിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വേറെ ഒരു പരിപാടി ഇന്നത്തെ ദിവസമില്ല, കുക്കിംഗ് തന്നെയാണ് ഇന്നത്തെ പരിപാടി. എങ്ങനെ പോകുന്നു കാണാം. ഓക്കെ. അപ്പം എങ്ങനെ തുടങ്ങാം? ഈദ് പരിപാടി വേറെ ഒന്നുമില്ല. ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഒരു കൊച്ചു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ പ്ലാനൊന്നുമില്ല. ആസ് യൂഷ്വൽ ഫുഡ് അടി കഴിഞ്ഞ ഒരു ഉറക്കമുണ്ടല്ലോ, അതായിരിക്കും. ഇപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകാനുള്ള ഒരു കൊച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ലെറ്റ്സ് ഗോ. നമുക്കങ്ങനെ പുറത്തു പോകാൻ വലിയ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഫോട്ടോഷൂട്ടിൽ എൻഡപ്പ് ചെയ്തത്. സ്റ്റിൽ ഉള്ളതാവട്ടെ. നമ്മൾ ഇന്ന് വാങ്ങിയ ഡ്രസ്സസ് ഫ്രം ഇന്നൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു.
ഫൗണ്ടേഷൻ. ഗെറ്റ് റെഡി വിത്ത് മീ. ഫോട്ടോഷൂട്ടിന് പോവല്ലേ? എന്തായാലും ഒരു പുറത്ത് അത്യാവശ്യം കൂൾഡ് ക്ലൈമറ്റ് ആണ് ഇപ്പോഴും ഇവിടെ. നല്ല പിക്ചേഴ്സ് കിട്ടണം. ഇവിടെ എന്തടാ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന റബ്ബേ. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ, ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ബ്ലഷ്. സോ ഈ ബ്ലഷ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സുഡിയോയിൽ നിന്നാണ്. ഇറ്റ്സ് വെരി മച്ച് ടു സേ നല്ല അബ്സോർവിങ് ആണ്, അതുപോലെ വെരി മച്ച് അഫോർഡബിളും ആണ്. പാരടി കണ്ണ ഞാനവോ കുഞ്ചിരി പേസ തുടിക്കേര നീയും പേസിന കണ്ണ. മസ്കാരയുടെ ഷെയ്ഡ് വന്നിട്ടൊരു ഈ കളറുണ്ടോ, ഈ ഷെയ്ഡാണ്. ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന. ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ദിസ് ഇസ്. അയ്യോ ഓക്കെ ഫൈൻ. നമുക്ക് ബ്ലാക്ക് തന്നെ എപ്പോഴും ചേരുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വാങ്ങിയത്. ദിസ് കളർ ഇതൊരു മെഹന്തി കളറാണ്. ഓക്കെ ഐ ഡോണ്ട് നോ. ജനരെ ഓക്കെ ഫൈൻ. എല്ലാം സുഡിയോ ലിപ്സ്റ്റിക്സ് ആണ്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഓക്കെ സോ ഇന്ന് ഞാൻ ലെറ്റ്സ് ട്രൈ ദിസ് കോഫി ബ്രേക്ക്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ന്യൂ വൺ. ഐ മീൻ ഞാൻ യൂസ് ചെയ്തതിൽ ഇപ്പം ഞാൻ വാങ്ങിയ ലേറ്റസ്റ്റ് ആണിത്. നൈസ്. അപ്പം എടുത്തറിയത്തില്ല, വെരി സെറ്റിൽഡ്. ഓക്കെ കൊള്ളാം. ഓക്കെ ഫൈൻ 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 കൊള്ളാം കൊള്ളാം. ഹൈലൈറ്റ് യൂസ് ചെയ്യാൻ മറന്നായി. Get dressed. സോ ഇതാണ് നമ്മൾ ആക്ച്വലി ഈ ഔട്ട്ഫിറ്റ്. ലൈക്ക് വലുതായിട്ട് ഇന്ന് പ്ലാൻസ് ഒന്നും ഇല്ല, എനിക്ക് നമ്മളിത് ഇടത്തില്ല. സോ യാ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പെരുന്നാളിന് ഉറക്കമൊക്കെ കഴിഞ്ഞു ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. ലെറ്റ്സ് ഗെറ്റ് റെഡി ടു ഗോ ഔട്ട്. അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു കോഡ് സെറ്റാണ് ഇടുന്നത്. അതും ഞാൻ ഇതുവരെ ഇടാത്തൊരു കോഡ് സെറ്റായിരുന്നു. ബട്ട് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ചാവാറായി. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയത് ഇത്. കാണിക്കും. Let's go.
പോകുന്നത് ദുബായ് മാളിലേക്കാണ്. ദുബായ് ഈസ് ഫുൾ ഓൺ. കണ്ടില്ലേ ദുബായിയുടെ തിളക്കം. പത്ത് മണിക്ക് ഫൗണ്ടെയിൻ ഷോ ഉണ്ട്. അത് കാണാനുള്ള തിരക്കാണ്. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈദ് ഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.